ഇപ്പോൾ ഇറാനുമായി നടക്കുന്ന യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയുടെ സൈനിക ശേഖരത്തെയും അവരുടെ പ്രതിരോധ സന്നദ്ധതയെയും കാര്യമായി ബാധിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ അത്യാധുനിക മിസൈലുകൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് കാരണം അമേരിക്കയുടെ ആയുധ സ്റ്റോക്കിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രധാനമായും അവരുടെ ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, പാട്രിയറ്റ് ഇൻ്റർസെപ്റ്ററുകൾ എന്നിവയുടെ സ്റ്റോക്ക് അതിവേഗം തീരുന്നതായാണ് സൂചനകൾ. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാൻ ഏകദേശം 1200 ബാലിസ്റ്റിക് മിസൈലുകളും 4000-ൽ-അധികം ഡ്രോണുകളും തൊടുത്തുവിട്ടതായാണ് കണക്കുകൾ. ഇവയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും അത്യാധുനിക പ്രതിരോധ മിസൈലുകൾ വലിയ തോതിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. സാധാരണയായി ഒരു മിസൈലിനെ തകർക്കാൻ 2 ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഷൂട്ട് ലുക്ക് എന്ന രീതിയാണ് സൈന്യം പിന്തുടരുന്നത്. അതുവഴി പാട്രിയറ്റ്, PAC-3, GEM-T തുടങ്ങിയ മിസൈലുകളുടെ ശേഖരം ഏതാണ്ട് പകുതിയിൽ അധികം കുറഞ്ഞതായി കരുതപ്പെടുന്നു. ഒരു പാട്രിയറ്റ് മിസൈലിന് ഏകദേശം $4 മില്യൺ അമേരിക്കൻ ഡോളറാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും അമേരിക്കയ്ക്ക് ഇത് വലിയ ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. ഓരോ ടോമാഹാക്ക് മിസൈലിനും ഏകദേശം $2 മില്യൺ ചിലവ്. യുദ്ധത്തിൻ്റെ ആദ്യ 48 മണിക്കൂറിൽ മാത്രം അമേരിക്ക $5.6 ബില്യൺ ആയുധങ്ങൾ ഉപയോഗിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിവർഷം വെറും 100 ടോമാഹോക്ക് മിസൈലുകൾ മാത്രമാണ് നിർമ്മാണ കമ്പനികൾക്ക് പുറത്തിറക്കാൻ കഴിയുന്നത്. എന്നാൽ നൂറുകണക്കിന് മിസൈലുകൾ ദിവസങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നത് ആയുധ വിതരണ ശൃംഖലയെ കനത്ത സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ കുറവ് നികത്താൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള ഭീഷണികളെ നേരിടാനുള്ള അമേരിക്കയുടെ കഴിവിനെ ബാധിക്കുമോ എന്ന സംശയവും പെൻറ്റഗണിനുണ്ട്. ഇറാൻ അമേരിക്കയുടെ പ്രധാന എതിരാളിയല്ല. എന്നാൽ അവരുമായുള്ള യുദ്ധത്തിലുണ്ടാകുന്ന കനത്ത ആയുധനഷ്ടം അമേരിക്കയെ പ്രതികൂലമായി തന്നെ ബാധിക്കും. പസഫിക് മേഖലയിൽ ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആവശ്യമായ മിസൈലുകൾ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടാകില്ല എന്ന ഭീതി ഇപ്പോൾ ശക്തമാണ്. ഉക്രൈനിലേക്ക് അയക്കേണ്ടിയിരുന്ന ആയുധങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ മലനിരകൾക്കുള്ളിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ അതീവ സുരക്ഷിതമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത്തരം ലക്ഷ്യങ്ങളെ തകർക്കാൻ കൂടുതൽ ശക്തിയേറിയ മിസൈലുകൾ ആവശ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയുധശേഖരം കുറയുന്നത് അമേരിക്കയുടെ സൈനിക നയങ്ങളിൽ തന്നെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇതിനിടയിലും ഇറാൻ്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാനും ശക്തമായ തിരിച്ചടി നൽകാനുമായി പെൻറ്റഗൺ ഏകദേശം 57,000 സൈനികരെ മേഖലയിൽ പൂർണ്ണ സജ്ജരാക്കിയിരിക്കുകയാണ്. ഇറാനെതിരെ ഒരു കരയുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഈ വമ്പൻ സൈനിക നീക്കം നടത്തുന്നത്. ഇറാൻ്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെ തകർക്കാനും പ്രധാന സൈനിക താവളങ്ങൾ പിടിച്ചെടുക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഇറാനിയൻ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരു ദ്വീപോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭൂപ്രദേശമോ പിടിച്ചെടുക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനായി 31ാമത് മറൈൻ യൂണിറ്റിനെ പ്രത്യേകമായി സജ്ജമാക്കിയതായും പറയുന്നു. നിലവിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടനിലക്കാരായി നിന്ന് സമാധാന ശ്രമങ്ങൾ നടത്തുന്നു എങ്കിലും ഇതുവരെ ഫലപ്രദമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനങ്ങളും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് വലിയൊരു യുദ്ധത്തിൻ്റെ ആരംഭത്തിലേക്കാണ്.